ഹായ്, പി ആർ എസ് ഹെൽത്തി കുക്കിംഗ് ആൻഡ് ട്രാവലിന് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ ഉണ്ടാക്കാൻ വേണ്ടി പോകുന്നത് ഒരു സ്പെഷ്യൽ ടിഫിനാണ്. അത് എൻ്റെ അമ്മമ്മേൻ്റെ ടിഫിനാണ്. അമ്മമ്മ പണ്ടെല്ലാം നമ്മൾ ചെറുപ്പത്തിലുള്ള സമയത്തേക്ക് അരീനെ കൊണ്ട് അരി ഉയിന്ന് കുറച്ച് പുഴുങ്ങലരി എല്ലാം ഇട്ടിട്ട് ഒരു സ്പെഷ്യലായിട്ടുള്ള ഒരു ടിഫിനാണത്. കുട്ടിക എന്ന് പറയും അത്. അതിന് കൂട്ടാനുള്ളത് എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ സാമ്പാർ, നല്ല പച്ചമുളക് അരച്ച ചട്നി, പോരാത്തത് ഒരു തേങ്ങാപ്പാലും വെല്ലം ഇട്ടിട്ടുള്ള ഒരു നല്ല ടേസ്റ്റായിട്ടുള്ള ഒരു തേങ്ങാപ്പാൽ കൊണ്ട് ഉണ്ടാക്കുന്നതാണത്. അതിൻ്റെ തേങ്ങാപ്പാലും വെല്ലം ഇടും. എന്നിട്ട് അത് വെള്ളം പോലെ ഉണ്ടാവുക തേങ്ങാപ്പാൽ. അത് ഈ കുട്ടിക്കും കൂട്ടി തിന്നാൻ വേണ്ടിയിട്ട് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. പണ്ട് നമ്മൾ ചെറുപ്പത്തെല്ലാം അവിടെ വീട്ടിലേക്ക് പോയപ്പോൾ അമ്മമ്മേൻ്റെ അടുത്ത് പോയപ്പോൾ കഴിക്കുന്നുണ്ടായിരുന്നു. എന്നാൽ അപ്പം അത് അരീനെ കൊണ്ട് ഉണ്ടാക്കുന്നുണ്ടായിരുന്നു. ഞാൻ ഇന്ന് അത് കുറച്ച് മില്ലറ്റ്സിനെ കൊണ്ട് ഉണ്ടാക്കി നോക്കാൻ വിചാരിച്ചിട്ട് ഞാൻ മില്ലറ്റ്സിനെ കൊണ്ട് ഉണ്ടാക്കി നോക്കി. നല്ല രസമുണ്ട്. അതുകൊണ്ട് നിങ്ങൾക്ക് ഞാനത് കാണിച്ചു തരാമെന്ന് വിചാരിച്ചിട്ടാണ് ഇന്ന് ഞാൻ മില്ലറ്റ്സിനെ കൊണ്ട് കൊട്ടുക ഉണ്ടാക്കുന്നത്. നമ്മൾ സാധാരണ പച്ചരി പുഴുങ്ങലരി എല്ലാം ഓരോ ഗ്ലാസ് ഇട്ടിട്ട് അതേപോലെ ഉയ്ത് കൂട്ടിട്ടാണ് നമ്മൾ ആ കൊട്ടുക ഉണ്ടാക്കുന്നത്. അതേപോലെ തന്നെ ഞാൻ എന്താക്കി, മില്ലറ്റ്സ് ഇട്ടു, ഉയ്ന്ന് ഇട്ടു, കുറച്ച് അവിൽ, ബ്രൗൺ അവിൽ ഇതിൽ മിക്സാക്കിയിട്ട് ഞാനിത് അരച്ച് വെച്ചു. എന്നാൽ പിന്നെ ഞാനിപ്പോൾ നിങ്ങൾക്ക് ആ കുട്ടിക ഉണ്ടാക്കി കാണിച്ചു തരാം. അതിൻ്റെ ഒപ്പം സാമ്പാറും പച്ചമുളക് തേങ്ങ അരച്ച ചമ്മന്തിയും പോരാതെ തേങ്ങാപ്പാലും ഞാനിപ്പോൾ നിങ്ങൾക്ക് ഉണ്ടാക്കിയിട്ട് കാണിച്ചു തരാം. അതിന് വേണ്ടിയിട്ടുള്ള എല്ലാ സാധനങ്ങളെല്ലാം ഞാൻ റെഡിയാക്കിയിട്ട് ഇവിടെ വെച്ചിട്ടുണ്ട്. ആദ്യം ഞാൻ കുട്ടികയാണ് ഉണ്ടാക്കാൻ വേണ്ടി പോകുന്നത്. നിങ്ങളെ ഞാൻ കാണിച്ചു തരാം. ഇതാ നമ്മൾ കുട്ടിക ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് മാവ് റെഡിയാക്കിയിട്ടുണ്ട്. അതേപോലെ വാടേൻ്റെ ഇലേനെ വാട്ടിയിട്ട് കെട്ടി വെച്ചിട്ടുണ്ട്. ഇനി ഇതിൻ്റെ അകത്ത് മാവ് ഞാൻ ഒഴിച്ചിട്ട് ആ ഒരു സൈഡ് കെട്ടിയിട്ടുണ്ട്, ഒരു സൈഡും കൂടി കെട്ടിയിട്ട് ഇതാ ഈ ഇഡ്ഡലി പാത്രത്തിൽ ഞാൻ ആവിയിലിപ്പം വെക്കാൻ വേണ്ടി പോവും. റെഡിയായിട്ട് ചൂടായിട്ടുണ്ട്. അതിന് നമുക്ക് കഴിക്കാൻ വേണ്ടിയിട്ട് ഇതാ സാമ്പാർ റെഡിയാക്കിയിട്ടുണ്ട്. അതേപോലെ നമുക്ക് പച്ചമുളകിൻ്റെ ചമ്മന്തി അരക്കണം. തേങ്ങയെല്ലാം റെഡിയാക്കി വെച്ചിട്ടുണ്ട്. അതേപോലെ കുറച്ച് തേങ്ങേൻ്റെ പാലും എടുത്തിട്ട് അതിൽ കുറച്ച് വെല്ലം ഇട്ടിട്ട് നമുക്ക് റെഡിയാക്കിയിട്ട് എടുക്കണം. എന്നാൽ പിന്നെ ഞാൻ ഈ കൊട്ടിക ഉണ്ടാക്കിയിട്ട് ഇതെല്ലാം റെഡിയാക്കിയിട്ട് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. ഇതാ നമ്മൾ അമ്മമ്മേൻ്റെ കൊട്ടിക റെഡിയായിട്ടുണ്ട്. പക്ഷെ പണ്ട് അമ്മമ്മ ഇതാ മില്ലറ്റ്സിനെ പറ്റിയിട്ട് അപ്പോൾ ഉള്ളാതെ കൊണ്ട് അരിനെ കൊണ്ട് നമുക്ക് ഉണ്ടാക്കി തന്നു. ഇപ്പം എല്ലാ സ്ഥലത്തും മില്ലറ്റ്സ് കഴിക്കണം പറഞ്ഞതുകൊണ്ട് ഞാൻ ഈ മില്ലറ്റ്സിനെ കൊണ്ട് ഈ കൊട്ടിക ഒന്ന് ഉണ്ടാക്കി നോക്കി. അമ്മമ്മേൻ്റെ റെസിപ്പിയാണിത്. ഇതാ കുഞ്ഞ് വാഴേൻ്റെ ഇല എനിക്ക് കിട്ടിയിട്ടുണ്ടെങ്കിലും അതിനെ എടുത്തിട്ട് ഞാൻ ഇതിൽ കെട്ടിയിട്ട് എല്ലാം നന്നാക്കിയിട്ട് കൊട്ടികയാക്കി. ഇനി നമ്മളിതൊന്ന് മുറിച്ചിട്ട് നോക്കാം എങ്ങനെയുണ്ട് കൊട്ടിക എന്നുള്ളത്. എന്നിട്ട് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. ഒരു 2-3 പീസാക്കിയിട്ട് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. അതേപോലെ നമ്മൾക്ക് സാമ്പാർ റെഡി ആയിട്ടുണ്ട്, തേങ്ങാപ്പാൽ റെഡി ആയിട്ടുണ്ട്. ഇതിൽ ഒരു കഷ്ണം വെല്ലം ഇട്ടിട്ട് ആ തേങ്ങാപ്പാൽ ഞാൻ ഉണ്ടാക്കിയത്. ഇത് നല്ല ടേസ്റ്റാണ് ഇത് കൂട്ടി തിന്നാൻ വേണ്ടിയിട്ട്. അതേപോലെ പച്ചമുളകിട്ട തേങ്ങാ ചമ്മന്തിയും റെഡി ആയിട്ടുണ്ട്. എനിക്ക് ഇനി കടുവെല്ലാം വറവിടുന്നത് ഇഷ്ടമില്ലാതെ കൊണ്ട് ഞാൻ ഇട്ടിട്ടില്ല. നിങ്ങൾക്ക് ആർക്കെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ ഇനി കടുവും കൂടി വറവിടാം. അപ്പോൾ നമ്മളെ കുട്ടിക്കേനെ ഒന്ന് നമ്മൾ കഷ്ണം കഴിച്ചിട്ട് നോക്കാം എങ്ങനെയുണ്ട് എന്നുള്ളത്. ഇതാ നമ്മളെ കുട്ടിക നന്നായിട്ട് വന്നിട്ടുണ്ട്. ഇതാ ഓരോ പീസ് നന്നായിട്ട് ഞാൻ മുറിച്ചിട്ടെടുത്തു. വാഴേൻ്റെ ഇലയിൽ ഇതാ സൂപ്പറായിട്ടുണ്ട് നമ്മളെ കുട്ടിക. ഇതാ വാഴേൻ്റെ ഇലയിൽ നിന്ന് ഞാൻ പുറത്തേക്ക് ഇങ്ങനെ എടുക്കുന്നുണ്ട് കുട്ടിക്കേൻ്റെ കഷ്ണം. ഇതാ നിങ്ങൾ കണ്ടോ? ഇതാ നമ്മൾ അമ്മമ്മേൻ്റെ കുട്ടിക ഇതേപോലെ കഷ്ണം കഴിച്ചിട്ടാണ് നമ്മൾ എടുത്തിട്ട് കഴിക്കൽ. ഇതാ സാമ്പാറുണ്ടോ തേങ്ങാപ്പാൽ ചട്നി ഏതാത്ത വേണമെങ്കിലും നമ്മൾക്ക് ഈ കുട്ടികേനെ കഴിക്കാം. ഇതാ നല്ല മൃദുവായിട്ട് അപ്പോൾ അരിനെ കൊണ്ടാക്കുന്ന പോലത്തെ തന്നെ നന്നായിട്ട് കൊട്ടിക വന്നിട്ടുണ്ട്. ഇതാ എന്നാൽ ഒന്ന് നമുക്കൊരു കഷ്ണം തിന്നിട്ട് ടേസ്റ്റ് ആക്കിയിട്ട് നോക്കാം. ഞാൻ തേങ്ങാപ്പാൽ മുക്കിയിട്ടാണ് ഈ കൊട്ടിക തിന്നുന്നത്. നല്ല ടേസ്റ്റ് ഉണ്ട്. നിങ്ങൾ ഇതുപോലെ തന്നെ മില്ലറ്റ്സിനെ കൊണ്ട് കൊട്ടികയാക്കി നോക്കി. സാമ്പാറിനെ കൊണ്ട് നല്ല ടേസ്റ്റ് ഉണ്ട്. സാമ്പാറും നല്ലുണ്ട്. ഇതാ ചമ്മന്തിനെ കൊണ്ട് നന്നായിട്ടുണ്ട്. നല്ല രുചിയായിട്ടുണ്ട് മില്ലറ്റ്സിൻ്റെ കൊട്ടിക. നിങ്ങളും ഇതുപോലെ ആക്കിയിട്ട് കഴിക്കുക.
ഈ വീഡിയോ കണ്ടവരെല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. പുതിയൊരു വീഡിയോ ആയിട്ട് നിങ്ങളുടെ മുന്നിൽ. ബൈ.